അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ മീൻ കറി വെക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. വേഗം വെക്കാനായിട്ടാ. എനിക്കിന്ന് സ്കൂളിൽ പോകണം, മോളെ PT കേട്ടോ. അന്നേരം എന്നാണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം അരിഞ്ഞ് ഇതാക്കിയത്. ഇപ്പോൾ എണ്ണ ചൂടായി കിടക്കുവാണ്. ഞാൻ ഇതെടുത്ത് അങ്ങോട്ട് വാരിയിടട്ടോ. പണ്ടൊക്കെ കൂടുതൽ നമ്മളൊക്കെ ഈ പണ്ടുള്ള നമ്മളമ്മമാരൊക്കെ കൂടുതലും കൈ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വാരിയിടുകയല്ലേ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എനിക്ക് എളുപ്പം കൈ വെച്ച് വാരിയിടാനാണ്. ഇതിങ്ങനെ കൈ വെച്ച് എളുപ്പം തക്കാളി, പച്ചമുളകും, ഉള്ളിയും എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയത്. പക്ഷെ ഞാനിത് വാടാൻ വേണ്ടി ഞാനൊരു ശകലം ഉപ്പിടും കേട്ടോ. എന്നാൽ ഉപ്പിട്ടാൽ വേഗത്തിൽ വാടി വരും. ഉപ്പിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടണം. 2 പൊടിച്ചൂര ഇട്ട് കേട്ടോ. ഞങ്ങൾ എന്നും വരുന്ന ഒരു മീനിക്ക കൊണ്ടുവന്നത് കേട്ടോ. സ്പീഡിനങ്ങ് വയണ്ട് വരും. ആ വയണ്ട് വരുമ്പോൾ തന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ 2 കരിയാപ്പിലയും കൂടെ അങ്ങോട്ട്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ കൂടുതൽ ഈ ചൂര വെക്കുമ്പോഴാട്ടോ എന്താന്നട്ടെ വേണ്ട കുരുമുളക് 5-6 കുരുമുളക് ഞാൻ പൊടിയും കായ് കൂടുതൽ എന്താന്നട്ടെ ഇങ്ങനെ കുരുമുളക് 5-6 ഇടും. പിന്നെ കുരുമുളക് ഇടുകയും ചെയ്യും. ഞാൻ ഇച്ചിരി കൂടുതൽ ഉലുവ ഇടുന്നത്. അന്നേരം ഉണ്ടാകും. അതെല്ലാം കൂടി ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റി. അപ്പോൾ എന്താണ്ട പെട്ടെന്ന് തന്നെ അങ്ങ് വാടി വന്നുണ്ട്. തക്കാളിയും, പച്ചമുളകും, വെളുത്തുള്ളിയും വെളുത്തുള്ളി എല്ലാം ഉണ്ട്. കുരുമുളക് പൊടിയും ആ പച്ച ഇതങ്ങ് മാറുകയും ചെയ്യും. കുരുമുളകും ആ ഉലുവയും. പിന്നെ ഞാൻ ഇടാറുള്ളതെന്ന് വെച്ചാൽ മസാലപ്പൊടി ഇങ്ങനെ ഞാൻ അങ്ങ് തട്ടിയിട്ട് 1 സ്പൂൺ കാണും കേട്ടോ. 1 സ്പൂൺ മസാലപ്പൊടി ഞാൻ എന്തായാലും ഇടും. അതൊക്കെ നമുക്ക് നിത്യേന എടുക്കുന്നതുകൊണ്ട് നമുക്കൊരളവുണ്ടല്ലോ. സ്പൂണിൻ്റെ ആ ആവശ്യം നമുക്ക് വരത്തില്ലല്ലോ. കാരണം നമ്മൾ നിത്യേന ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. എന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഉണ്ട്. അത് പിന്നെ എത്ര സ്പൂണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾക്ക് ഇച്ചിരി എരി വേണം. അതുകൊണ്ട് 4 സ്പൂൺ മുളക് പൊടി എടുത്ത് 2 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് നല്ലോണം പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റാം. നല്ല പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റാം. ഞാൻ ഇച്ചിരി തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ലോണം എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കട്ടെ. പൈപ്പിൽ നിന്ന് ഞാൻ ഇച്ചിരി വെള്ളം എടുത്തില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം കാര്യം ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് ഉപ്പിൻ്റെ ഇതില്ല. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. എൻ്റെ മോൾക്ക് ചെറിയൊരു പനിയും ഇതൊക്കെ ഉണ്ട്. മോളെ സ്കൂളിൽ വിട്ടില്ല കേട്ടോ. പക്ഷേ PT പോകണം. ഇന്ന് PT ഉണ്ട്. അന്നേരം ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ വടക്കം പുളി. ഞങ്ങളിവിടെ കൊല്ലത്ത് വടക്കം പുളി എന്ന് പറയുന്നത്. പിന്നെ ഇതിനും വേറെ എന്തെങ്കിലും പുളി എന്ന് പറയുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ. പിന്നെ ചൂര കണ്ടിച്ച് പൊടിച്ചൂരയായിരുന്നു കേട്ടോ. തിളച്ചോന്ന് നോക്കാം. തിളച്ച് വരുന്നുണ്ടല്ലോ. ഓക്കെ, തിളച്ച് വരുന്നു. അപ്പോൾ നമുക്കിനി ഈ തിളച്ച് വരുന്നതിനകത്ത് കരിയാപ്പിലയൊക്കെ ഞാൻ നേരത്തെ അങ്ങ് ഇടും. ഇങ്ങനെ തന്നെ മീനങ്ങ് പറക്കി അങ്ങ് ഇടാം.
ഇച്ചിരി ഒരു തീരെ അങ്ങ് പച്ച ചൂരയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇച്ചിരി വറുത്തരച്ച് പിന്നെ ഇതായിട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഈ ചൂര കണ്ടിച്ച് കഴിയപ്പോൾ അതിൻ്റെ ഇത് കണ്ടോളൂ മാറ്റിയതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ 2 കഷ്ണം വടക്കംപുളി അത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നേരത്തെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി വെന്ത് കേട്ടോ. നമുക്കൊരു ചെറിയ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലും ഷെയർ ചെയ്യാൻ മറക്കല്ലും. ടാറ്റാ.